ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ എടുത്ത് പറയാൻ പറ്റിയ വേറെ നേതാക്കളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ഇനി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു സംശയമുള്ളൊരു കാര്യമാണ്. പാർട്ടിയിലുള്ളവർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു. എന്നാലും വകവയ്ക്കാത്ത തൻ്റെ ഇടമായ യഥാർത്ഥ കരകളയാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൂടെ ഇനി തീർന്നു. ഇത് അവസാനത്തെ കമ്മ്യൂണിസം, ഇത് അവസാനത്തെ കമ്മ്യൂണിസം. ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു കമ്മ്യൂണിസം വളരില്ല. നാട്ടിലെ എല്ലാം നമ്മുടെ VS-ഉം ഇപ്പോഴത്തെ കമ്മ്യൂണിസം അതിനെ തമ്മിൽ എന്താണെന്ന് കമ്മ്യൂണിസത്തെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ വി എസ് അച്യുതാനന്ദൻ പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം കണ്ട് തന്നെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് നിലപാടെടുത്ത് ഞാൻ നിലപാടിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സഖാവ് VS അച്യുതാനന്ദൻ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചത് ഏറ്റവും കൂടുതൽ പാവങ്ങൾക്കാണ് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ സങ്കടം. നിങ്ങൾ തന്നെ കണ്ടില്ലേ അവിടെ ഏറ്റവും കൂടുതലുള്ളത് പാവങ്ങളാണ്, സാധാരണക്കാർ. അതിൽ വികലാംഗരുണ്ട്, കിഡ്നി പേഷ്യൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ വയ്യാത്തവർ പോലും അദ്ദേഹത്തെ ചെന്ന് കാണാനും അദ്ദേഹം ഒരു നോക്കി കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കും അദ്ദേഹം അവർ പോയത്. പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് കമ്മ്യൂണിസത്തെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇപ്പോഴത്തെ തലമുറകൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ പ്രവർത്തന ശൈലി കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് സഖാവ് അച്യുതാനന്ദൻ. ഇപ്പോഴത്തെ കമ്മ്യൂണിസമായിട്ട് രാപ്പകൽ വ്യത്യാസമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ കമ്മ്യൂണിസം എന്ന് പറയുമ്പം സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു മനുഷ്യനാണ്. ഞാൻ ഈ കമ്മ്യൂണിസത്തിൽ വന്നതിൻ്റെ ഒരു കാരണക്കാരൻ അദ്ദേഹമാണ്. അത് ശരി. എൻ്റെ സ്കൂൾ തലമുറ പോലെ അദ്ദേഹത്തിൻ്റെ പ്രചോദനം തന്നെയാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുവന്നത്. ഇന്നത്തെ ഈ ജനക്കൂട്ടവും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു, തീർച്ചയായിട്ടും അല്ലാതെ ഇവിടെ ആരും തനിയെ ഉണ്ടായതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നും ഈ കാണുന്ന ജനാവലി ഒരു സർക്കാരിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനെ കണ്ടിട്ടോ അല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തെന്ന് ഇന്നത്തെ ജനങ്ങളെ പഠിപ്പിച്ചൊരു മനുഷ്യനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ എടുത്ത് പറയാൻ പറ്റിയ വേറെ നേതാക്കളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ഇനി ഉണ്ടാവുമോ എന്നുള്ളത് ഒരു സംശയമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ഒരു ഇതാവട്ടെ, കാരണം ഇനിയും അദ്ദേഹത്തിനെ പോലൊരു നേതാവ് ആവാൻ വേണ്ടി പരിശ്രമിക്കാനൊരു കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ വിനിയോഗം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന തനിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് VS. അതിൽ നിങ്ങളിപ്പോൾ നേരത്തെ ചോദിച്ച കണക്ക് അത് പാർട്ടിയിലുള്ളവർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു. എന്നാലും വകവയ്ക്കാത്ത തൻ്റെ ഇടമായ യഥാർത്ഥ കരകളയാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് VS സഖാവ്. എനിക്ക് അത്രയും പറഞ്ഞ് ഞാൻ നിർത്തി. പിണറായി വന്നതിന് ശേഷം ഈ രാജ്യം മുടിഞ്ഞതല്ലാതെ നന്നായിട്ടില്ല. VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു എങ്കിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഭയങ്കരമായ ഒരു വികസനം ഇവിടെ ഉണ്ടാകുമായിരുന്നു. നാട്ടിനും പേരുണ്ടായിരുന്നു. ഇയാൾ ഭരിച്ചു മുടിച്ച് നശിപ്പിച്ചു ജനങ്ങളെ കംപ്ലീറ്റ്. VS-ന്റെ കമ്മ്യൂണിസം ആയിരുന്നു കമ്മ്യൂണിസം. അതുകൂടെ ഇനി തീർന്നു. ഇത് അവസാനത്തെ കമ്മ്യൂണിസം, ഇത് അവസാനത്തെ കമ്മ്യൂണിസം. ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു കമ്മ്യൂണിസം വളരില്ല. അതേപോലെ നമ്മളെ VS-നെ പോലെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് എടുത്തു പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മൂന്നാർ എന്തുമാത്രം ഭൂമിയാണ് കണ്ടവരെ കയ്യിൽ കയറി വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ആ ഭൂമിയെല്ലാം പിടിച്ചെടുത്ത് നമ്മുടെ സർക്കാരിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാട്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഭയങ്കര ശക്തമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യും. നല്ല ഇപ്പോഴും പറയാൻ പാവങ്ങളുടെ പടത്തലവനാണ്. എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. കാരണം ഇപ്പോഴും അപ്പോഴും ഒരേപോലെ തന്നെയാണ്. ഇത് തന്നെയാണ്. മാറ്റങ്ങളൊന്നുമില്ല. ഒരു മാറ്റവും ഇല്ല. കമ്മ്യൂണിസ്റ്റ് നിയമം എന്നും ഒരേ നിയമമാണ്. ആരിരുന്നാലും ഒരേ നിയമമാണ്. അതിനൊരു മാറ്റവും ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അയാൾ നല്ല മനുഷ്യനാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനെ പോലെ വേറെ ഒരു വ്യക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായിട്ട് അദ്ദേഹം നല്ല മനുഷ്യനാണ്. രാഷ്ട്രീയവും നോക്കിയിട്ടല്ല, വ്യക്തിപരമായിട്ട്. അതെ, നല്ല മനുഷ്യനാണ്. അത്രേ നമുക്ക് പറയാനുള്ളൂ. ആളൊരു നല്ല ഒരു മനുഷ്യനാണ്, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയ, അതായത് VS-ന്റെ കമ്മ്യൂണിസം ആണോ ഇപ്പോഴത്തെ കമ്മ്യൂണിസം ആണോ നല്ലതെന്നുള്ളത്? VS-നെയാണ്. അമ്മയ്ക്ക് ആരെയാണ്? VS-ന്റെ ഭരണമാണോ അതോ ഇപ്പോഴത്തെ കമ്മ്യൂണിസം ആണോ നല്ലതെന്നുള്ളത്? VS-ന്റെ ആണ്. കമ്മ്യൂണിസത്തിൻ്റെ തത്വങ്ങൾക്കെതിരെ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ.
വി എസിൻ്റേതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അതായത് പഴമയിൽ നിന്നല്ലേ പുതുതായിട്ട് വരുന്നത്. അതായത് പഴയ കമ്മ്യൂണിസം തന്നെയാണ് യഥാർത്ഥ കമ്മ്യൂണിസം. ഇദ്ദേഹം ഭരിച്ചിരുന്ന കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അത് ഇപ്പോഴത്തെ കമ്മ്യൂണിസത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മേഡത്തിന് അറിയാവുന്ന കാര്യം തന്നെ. കമ്മ്യൂണിസം ശക്തമായ കമ്മ്യൂണിസം തന്നെയാണ്, അതിന് യാതൊരു മാറ്റമില്ല. പ്രവർത്തനങ്ങളെല്ലാം എടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ ഇരിക്കണമെന്ന് അദ്ദേഹത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. അദ്ദേഹമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും കണ്ടാണ് ഞാനും കമ്മ്യൂണിസത്തിൽ വന്നത്. നല്ലൊരു വ്യക്തിയാണെന്ന് പറയാം. വി എസിൻ്റെ കമ്മ്യൂണിസം ആണോ അതോ ഇപ്പോഴത്തെ കമ്മ്യൂണിസം ആണോ നല്ലത്? അത് പിന്നീട് ഇത് രണ്ടും വേർതിരിച്ച് പറയാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ പഴകിയ ആൾ, ഇതും പഴകിയ ആളാണ്. എന്നാലും രണ്ടും രണ്ട് തന്നെയാണ്. തന്നെയാണ്. ഏതാണ് അമ്മയ്ക്ക് നല്ലതെന്ന് തോന്നിയത്? എനിക്ക് നല്ലതെന്ന് പറയാൻ നമ്മളെ ഇപ്പോഴത്തെ പിണറായി അതുമായിട്ട് വലിയ അടുപ്പമില്ല എങ്കിലും അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ പറയാം. രണ്ടും രണ്ട് തട്ടാണെന്ന് പറയാൻ കാരണമല്ല. വി എസിൻ്റെതാണ് കമ്മ്യൂണിസ്റ്റ്. വി എസ് ആണ് നാട്ടിലെ എല്ലാം. വി എസ് അല്ലാതെ ആരുമില്ല, അതുപോലെ ഇനി ആരുമില്ല. വി എസിനെ പോലെ വേറെ ആരുമില്ല, ഇനി വരാനുമില്ല, വന്നതിലുമില്ല. വി എസിനെയാണ്. എന്തുകൊണ്ടാണെന്ന് പറയാൻ ആദ്യമേ അത് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ആ രീതി തന്നെയാണ് പോണതെന്നും. വി എസിൻ്റെ രാഷ്ട്രീയം, അതായത് വി എസിൻ്റെ കമ്മ്യൂണിസമാണോ ഇപ്പോഴത്തെ കമ്മ്യൂണിസമാണോ? വി എസിൻ്റെ കമ്മ്യൂണിസം ആണ്. ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ്? നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളൊരിതാണ്. പറഞ്ഞില്ലേ, AKG കണ്ടിട്ടില്ല, അതെ, EMS കണ്ടിട്ടില്ല, EK നയനാർ സാഹിബിനെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ കണ്ട ഒരാൾ അതെ നമ്മുടെ വി എസ് ആണ്. പറയുമ്പോൾ നമുക്ക് വികാരഭരിതമല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അദ്ദേഹത്തോട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നെഞ്ചിലേറ്റാൻ പറ്റാത്ത കാര്യം. ഒരിക്കലും നെഞ്ചിലേറ്റി അദ്ദേഹം മരിച്ചു നമുക്ക് ഉറപ്പിച്ച് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റില്ല.